Hi students, welcome. In this class we are going to discuss a theorem, and the statement is let xn be a sequence of positive real numbers such that L equal to limit of xn plus 1 divided by xn exist. If L less than 1, then sequence xn converges and limit xn equal to 0. Okay, so here we have given a sequence xn, which is a sequence of positive real numbers such that L equal to limit xn plus 1 by xn. xn in the limit alla ഈ ഒരു xn plus 1 by xn ഇതിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു എന്താണ് L എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് L ഈസ് ലെസ് ദാൻ 1 L ലെസ് ദാൻ 1 ആണെങ്കിൽ ദെൻ xn ഈ സീക്വൻസ് xn കൺവേർജ് ചെയ്യുകയും ചെയ്യും ആൻഡ് അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. Okay, so if L is less than 1, then sequence xn converges and limit xn equal to 0. So ഇതൊരു സീക്വൻസിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, എല്ലാ സീക്വൻസിനും ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചില സീക്വൻസിനും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനും അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് കൺസിഡർ ദി പ്രൂഫ്. So let sequence xn be a sequence of positive real numbers such that L equal to limit xn plus 1 by xn exist. Okay, and suppose L is less than 1, then we have to prove sequence xn converges and limit xn equal to 0. Then here we have given xn is a sequence of positive real numbers. That means xn greater than or equal to 0 for all n belongs to n. Then we know ഇങ്ങനൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. xn greater than or equal to 0 for all n belongs to n ആണെങ്കിൽ ലിമിറ്റ് xn, അതായത് x ഈക്വൽ ടു ലിമിറ്റ് xനും ലിമിറ്റ് xn greater than or equal to 0 ആയിരിക്കും. ഓക്കെ, സോ ഹിയർ xn greater than or equal to 0 for all n belongs to n. So clearly xn plus 1 by xn greater than or equal to 0 for all n belongs to n ആണ്. സോ ഈ ഒരു തിയറം അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിൻ്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് xn പ്ലസ് 1 ഡിവൈഡ് ബൈ xn ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് എന്താണ്? L ആണ്. സോ വി വിൽ ഗെറ്റ് L ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ since xn greater than or equal to 0 for all n belongs to n, we get L is greater than or equal to 0. Now we have so എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടിയത് L greater than or equal to 0 എന്ന് കിട്ടി. So 0 less than or equal to L, already we have given L less than 1. Okay, now let R be the number such that L less than R less than 1. Okay, so ഇങ്ങനെ ഒരു R exist ചെയ്യും because of density theorem. Okay, let R be a number or any real number such that L less than R less than 1. L-നും 1-നും ഇടയ്ക്കുള്ള ഒരു റിയൽ നമ്പർ ആണ് R എന്ന് സപ്പോസ് ചെയ്യും. Let R be a number such that L less than R less than 1. Then take epsilon equal to R minus L. R minus L will be positive. So take epsilon equal to R minus L, which is greater than 0. So here we have L equal to limit xn plus 1 by xn. That is ഈ ഒരു സീക്വൻസിൻ്റെ ഇവിടെ സീക്വൻസ് ഏതാണ്? സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, xn plus 1 ഡിവൈഡ് ബൈ xn. ഇതാണ് സീക്വൻസിലെ ഓരോ ടേമും. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x2 by x1, സെക്കൻഡ് ടേം x3 by x2. ഇതൊരു xn എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേറൊരു സീക്വൻസ് ആണ്. ഓക്കെ, തേർഡ് ടേം x4 by x3 ഇങ്ങനെ. ഓക്കെ, ഇതൊരു സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ലിമിറ്റാണ് L എന്ന് പറഞ്ഞത്. അതായത് ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അല്ലേ, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് നമുക്ക് എന്താ കിട്ടുക? ഈ സീക്വൻസ് xn പ്ലസ് 1 ബൈ xn എന്ന് പറയുന്ന സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് നമുക്ക് എന്ത് കിട്ടും? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that if n is greater than or equal to k,
then mod xn plus 1 by xn. ഇത് സീക്വൻസിൻ്റെ ഒരു ടേം ഇതാണ് അല്ലേ, മൈനസ് എൽ, ലിമിറ്റ് എൽ ആണ്, ലെസ് ദാൻ എപ്സിലോൺ ആണ്. So this is by definition of convergence. Okay, so since L equal to limit xn plus 1 by xn, അതായത് ഈ സീക്വൻസ് xn plus 1 by xn എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണ്, അതായത് അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then by definition for every epsilon greater than 0 there exists a natural number k such that if n is greater than or equal to k, then mod xn plus 1 by xn minus L is less than epsilon. Okay, so ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യും, സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അപ്പം നമ്മൾ ഇവിടെ ഒരു എപ്സിലോൺ എടുത്തു, എപ്സിലോൺ ഈക്വൽ ടു ആർ മൈനസ് എൽ, ഒരു പെർട്ടിക്കുലർ എപ്സിലോൺ ചൂസ് ചെയ്തു. സോ ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും അവിടെ, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് if n is greater than or equal to k, then mod xn plus 1 by xn minus L is less than epsilon. Okay, so ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മാറ്റി എഴുതുകയാണ്. അത് നിങ്ങൾക്കറിയാം, മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn പ്ലസ് 1 ബൈ xn മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. എൽ കൊണ്ട് എല്ലിന് ആഡ് ചെയ്യാം. സോ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ xn പ്ലസ് 1 ബൈ xn ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ കിട്ടും. ഓക്കെ, അതിനകത്ത് നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഈ ഒരു ഭാഗം ഓക്കെ അത് നമ്മൾ ചൂസ് ചെയ്യും. xn plus 1, thus xn plus 1 by xn is less than L plus epsilon, and we know epsilon എന്താണ്, നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എൽ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ ഈക്വൽ ടു ആർ മൈനസ് എൽ. സോ എൽ പ്ലസ് ആർ മൈനസ് എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, xn പ്ലസ് 1 ബൈ xn ഈസ് ലെസ് ദാൻ ആർ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഓക്കെ, സോ അതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാണ്, xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ xn ഇൻറ്റു ആർ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഓക്കെ, നൗ കൺസിഡർ ദിസ് വൺ. ഓക്കെ, from here we have xn plus 1 is less than xn into r. Okay, then what is xn minus 1? What is x? From here we can write xn is less than xn minus 1 into r. Okay, this is true for all n greater than or equal to k. k ക്ക് ശേഷമുള്ള എല്ലാ n-നും ഇത് ട്രൂ ആണ്. ഓക്കെ, സോ for if n is greater than or equal to k, നമ്മൾ ഒരു n ചൂസ് ചെയ്യാണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ നമുക്ക് xn പ്ലസ് 1 എങ്ങനെ എഴുതാം, xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ xn ഇൻറ്റു ആർ എഴുതാം. ഇനി ഈ xn ഇൻറ്റു ആറിനെ എങ്ങനെ എഴുതാം, ഈ xn-നെ എങ്ങനെ എഴുതാം, xn ഈസ് ലെസ് ദാൻ xn മൈനസ് 1 ഇൻറ്റു ആർ. അതായത് അപ്പം xn ഇൻറ്റു ആർ എന്താവും, ലെസ് ദാൻ xn മൈനസ് 1 ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഈ xn ലെസ് ദാൻ xn മൈനസ് 1 ഇൻറ്റു ആർ ആണ്, പിന്നെ ഒരു ആറും കൂടി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, xn ഇൻറ്റു ആർ ലെസ് ദാൻ xn മൈനസ് 1 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ടേം സോ ദിസ് ഈസ് ഈക്വൽ ടു xn മൈനസ് 1 ഇൻറ്റു ആർ സ്ക്വയർ. എഗെയിൻ നമുക്ക് xn മൈനസ് 1 എങ്ങനെ എഴുതാം, xn മൈനസ് 1 ഈസ് ലെസ് ദാൻ xn മൈനസ് 2 ഇൻറ്റു ആർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതെന്താവും, ലെസ് ദാൻ xn മൈനസ് 2 ഇൻറ്റു ആർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു xn മൈനസ് 2 ഇൻറ്റു ആർ ക്യൂബ് വരും. ഓക്കെ, സോ നമുക്കത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകാം. സോ xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ xn ഇൻറ്റു ആർ, ദാറ്റ് ഈസ് ലെസ് ദാൻ xn മൈനസ് 1 ഇൻറ്റു ആർ സ്ക്വയർ, ലെസ് ദാൻ എക്സെട്ര, ലെസ് ദാൻ ലാസ്റ്റ് നമ്മൾ കെ വരെ എത്തും. എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. ഓക്കെ, എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. സോ നമ്മൾ ഇൻറ്റീജർ എടുക്കുമ്പോൾ ഇപ്പോൾ എന്താ, ഇതാണൊരു കെ എങ്കിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെനേക്കാളും വലിയൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമ്മളിത് കുറഞ്ഞ് xnൻ്റെ പവർ കുറഞ്ഞു വരികയാണ് അല്ലേ, പവർ അല്ല xnൻ്റെ ഇൻഡെക്സ്, അതായത് xn പിന്നെ xn മൈനസ് 1ലേക്ക് വന്നു, പിന്നെ xn മൈനസ് 2, xn മൈനസ് 2, അപ്പം നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് എത്തും, xk വരെ എത്തും. ഓക്കെ, സോ xk ഇൻറ്റു
ഇത് എക്സ് കെ വരെ ശരിയാവുള്ളൂ. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് വരെ ശരിയാവുള്ളൂ. അതിന് ശേഷം അതിന് എക്സ് കെക്ക് താഴെയുള്ളത് എക്സ് കെ മൈനസ് വണ്ണിന് ഈ ഒരു റിലേഷൻ ശരിയല്ല. ഓക്കെ, സോ നമുക്ക് എക്സ് കെ വരെ എഴുതാം അത്. സോ ഇത് ലെസ് ദാൻ എക്സ് കെ ഇൻറ്റു ആറിൻ്റെ ഇൻഡെക്സ് എന്താ വരിക? ഇതിവിടെ നോക്കി, എൻ മൈനസ് വൺ വരുമ്പം ആർ സ്ക്വയർ ആണ്. സോ കെ വരുമ്പോൾ എന്താ വരിക? എൻ മൈനസ് കെ പ്ലസ് വൺ വരും. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് ഈ ഒരു റിലേഷൻ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ എക്സ് എൻ ഇൻറ്റു ആർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ള റിലേഷനിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ എക്സ് എൻ ഇൻറ്റു ആർ, ദാറ്റ് ഈസ് ലെസ് ദാൻ എക്സ് എൻ മൈനസ് വൺ ഇൻറ്റു ആർ സ്ക്വയർ. അങ്ങനെ പോയി ലാസ്റ്റത്തെ ടേം, അതായത് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വരെ മാത്രമേ ഈ ഒരു റിലേഷൻ ശരിയുള്ളൂ. സോ നമ്മൾ റീച്ച് ചെയ്ത് അതായത് എക്സ് എൻ ആയി എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു, എക്സ് എൻ മൈനസ് ത്രീ, അങ്ങനെ എക്സ് കെ വരെ എത്തും. സോ എക്സ് കെ ഇൻറ്റു ആർ പവർ n minus k plus 1 വരെ എത്തും. ഓക്കെ, നൗ സെറ്റ് c ഈക്വൽ ടു എക്സ് കെ ഇൻറ്റു ആർ പവർ കെ, ഒരു കോൺസ്റ്റൻറ്റ്, കാരണം എക്സ് കെ ഒരു കോൺസ്റ്റൻറ്റ് ടേം, ഒരു കേത്ത് ടേം ആണ്, അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആർ പവർ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ചേഞ്ച് ചെയ്യുന്നില്ല, n അല്ലേ വാരി ചെയ്യുന്നത്. ഓക്കെ, കെ ചേഞ്ച് ചെയ്യുന്നില്ല. സോ എക്സ് കെ ബൈ ആർ പവർ കെ, സോ അത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്ക് എന്താവും? ഇതിൻ്റെ അകത്ത് സീറോ ലെസ് ദാൻ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ, സോ ഈ ഒരു റിലേഷൻ നമ്മൾ എഴുതുവാണ്. സീറോ ലെസ് ദാൻ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ലാസ്റ്റത്തെ ടേം എക്സ് കെ ഇൻറ്റു ആർ പവർ മൈനസ് കെ ഇൻറ്റു ആർ പവർ എൻ മൈനസ് എൻ പ്ലസ് വൺ. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് ചെയ്തു. സോ ഈ എക്സ് കെ ഇൻറ്റു ആർ പവർ കെ എന്ന് പറയുന്നതാണ് എക്സ് കെ ഡിവൈഡ് ബൈ ആർ പവർ കെ ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ. ഇതാണ് നമ്മുടെ സി. സോ എന്താ എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ പവർ എൻ പ്ലസ് വൺ. സോ നമുക്ക് എന്താ കിട്ടി? എക്സ് എൻ പ്ലസ് വൺ ഈസ് ലെസ് ദാൻ സി ഇൻറ്റു ആർ പവർ എൻ പ്ലസ് വൺ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ നമുക്ക് കിട്ടിയത് വി ഹാവ് 0 less than xn plus 1 less than c into r power n plus 1 for all n greater than or equal to k. Okay. Now, see r എന്തായിരുന്നു? 0യ്ക്കും നമ്മൾ r ചൂസ് ചെയ്തത് l less than r less than 1 എന്ന് പറയുന്ന രീതിയിലാണ് r ചൂസ് ചെയ്തത്. ഓക്കെ, സോ ക്ലിയർലി l greater than 0 ആയിരുന്നു. ഓക്കെ, 0 less than l less than r less than 1. സോ നമുക്ക് എന്ത് എഴുതാം? 0 less than r less than 1 എഴുതും. ഓക്കെ, so since 0 less than r less than 1 we have limit r power n equal to 0. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. 0 less than r less than 1 ആണെങ്കിൽ limit r power n equal to 0. Okay, then we have this theorem. Let xn be a sequence of real numbers and let x belongs to r, and if an is a sequence of positive real numbers with the limit an equal to 0, and if for some constant c greater than 0 and some m belongs to n, we have mod xn minus x less than c into an for all n greater than or equal to m, then it follows that limit xn equal to x. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തൊരു തിയറാണ്. ഓക്കെ, സോ ഈ ഒരു തിയറം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ലിമിറ്റ് xn equal to 0 എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് ഇവിടുന്ന് നമുക്ക് കിട്ടിയത് 0 ലെസ് ദാൻ എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ സി ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് നമുക്ക് എന്തെഴുതാം? എക്സ് എൻ പ്ലസ് വൺ പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. മോഡ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് 0, അപ്പോൾ എന്താ വരിക? എക്സ് എൻ പ്ലസ് വൺ തന്നെ വരിക. ഓക്കെ, ഇസ് ലെസ് ദാൻ സി ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ കിട്ടി. ഓക്കെ, വിച്ച് ഈസ് ട്രൂ ഫോർ ഓൾ എൻ greater than or equal to k. സോ നമുക്ക് ഈ ഒരു തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ തിയറം എന്താ പറയുന്നത്? എക്സ് എൻ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, എക്സ് ബിലോങ്സ് ടു ആർ ആണ്. എ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ലിമിറ്റ് എൻ ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മൾ എ എന്ന് പകരം ചൂസ് ചെയ്യുന്നത്, എ എന്ന് പകരമുള്ള സീക്വൻസ് ആർ റേസ് ടു എൻ ആണ്. സോ ആർ റേസ് ടു എൻ എന്ന് പറയുന്നതും ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുന്നത് സെയിം ആണ്. ഓക്കെ, സോ അതിൻ്റെ കൺവേർജൻസിലും മാറ്റമൊന്നുമില്ല. ആർ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആർ ക്യൂബ് എക്സെട്ര എന്ന് പറയും. ആർ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന സീക്വൻസ് ആർ സ്ക്വയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആർ ക്യൂബ്
r⁴ എക്സെട്ര. ഇത് രണ്ടും തമ്മിൽ ആദ്യത്തെ ഒറ്റൊരു ടേമിന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. ഇതിൽ 6 മുതലുണ്ട്, ഇതിൽ r² മുതലുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൺവേർജൻസ് സെയിം ആയിരിക്കും, പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ശരി. സോ ലിമിറ്റ് r⁴n എന്താണ് 0 ആണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് r⁴n+1 = 0 എന്ന് എഴുതാം. ഓക്കെ. സോ ഇവിടെ നമ്മൾ an എന്ന് പറയുന്നതിന് പകരം എടുക്കുന്നത് a എന്ന് പറയുന്ന സീക്വൻസ് എന്താണ് r⁴n+1 ആണ്. അതിൻ്റെ ലിമിറ്റ് 0 ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് c ഉണ്ട് അല്ലേ, c ഉണ്ട് സച്ച് ദാറ്റ് c = x⁴k/r⁴k ഫോർ m ഏതാണ്, ഇവിടെയുള്ള എമ്മിന് പകരം സം m സച്ച് ദാറ്റ് ഫോർ ഓൾ n > m, എമ്മിന് പകരം ഇവിടെ k ആണുള്ളത്. ഓക്കെ. സോ ഈ ഒരു തിയറത്തിൽ നമ്മൾ an പകരം എടുക്കുന്നത് r⁴n+1 ആൻഡ് എമ്മിന് പകരം ഉള്ളത് k ആണ്. സോ നമുക്ക് ഈ തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, ലിമിറ്റ് xn = x എന്ന് കിട്ടും. ഇവിടെ xn+1, അതായത് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ലിമിറ്റ് xn+1 = 0 എന്ന് കിട്ടും. ഓക്കെ. സോ ലിമിറ്റ് xn+1 = 0 മീൻസ് ക്ലിയർലി ലിമിറ്റ് xn = 0. ഓക്കെ. So we get limit xn = 0. So applying this theorem to this inequality, we will get limit xn = 0. Okay, so that's the proof of the theorem. So നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു. Let xn be a sequence of positive real numbers such that L = limit xn+1/xn exists, and if L is less than 1, then sequence xn converges and limit xn = 0. ഓക്കെ. സോ എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ ആൻഡ് ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ലിമിറ്റ് <1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയും, തന്ന കറസ്പോണ്ടിങ് സീക്വൻസ് xn കൺവേർജൻറ്റും ആയിരിക്കും, അതിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. സോ പ്രൂഫിലുള്ള മെയിൻ സ്റ്റെപ്പ് ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു r ചൂസ് ചെയ്തു, L<r>1. ഓക്കെ. എന്നിട്ട് r - L എന്ന് എടുത്തു. അതിനുശേഷം ബൈ കൺവേർജൻസ് L = ലിമിറ്റ് xn+1/xn ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k belongs to n such that n > k, then mod xn+1/xn minus L less than കിട്ടി. സോ അതിൻ്റെ ആ ഒരു റിലേഷന് നമുക്ക് എന്ത് കിട്ടി, xn+1 less than xn into r for all n > k എന്നുള്ള റിലേഷനിലെത്തി നമ്മൾ. അതിനുശേഷം പിന്നെ ചെയ്തത് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, xn+1 less than xn into r less than etc less than xk into r⁴n minus k+1, and from here we get we will take c = xk/r⁴k. So from here we can write 0 less than xn+1 less than c into r⁴n+1 for all n > k, and here limit r⁴n = 0. Then applying this theorem we will get limit xn = 0. Okay, so that's the theorem. Next ആ തിയറത്തിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. So consider a sequence xn = n/2n. ഓക്കെ. സോ ഇവിടെ xn+1/xn എന്താ പറയുക, തിയറം എന്തായിരുന്നു, നമ്മൾ തിയറം പറയുന്നത് ഇതാണ്. ഒരു സീക്വൻസിൻ്റെ xn എന്ന് പറഞ്ഞൊരു സീക്വൻസ് നമുക്ക് തന്നാൽ, പോസിറ്റീവ് സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് തന്നാൽ, അതിൽ L = ലിമിറ്റ് xn+1 / xn <1. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം, അത് <1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പറയും. അതായത് അത് കൺവേർജ് ചെയ്യുകയും ചെയ്യും, സീക്വൻസ് കൺവേർജ് ചെയ്യുകയും ചെയ്യും, പിന്നെ അതിൻ്റെ ലിമിറ്റ് 0 ആണെന്നും നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ തിയറം. ഓക്കെ. അതായത് xn ഒരു സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ സച്ച് ദാറ്റ് L = ലിമിറ്റ് xn+1/xn എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് എന്താണെങ്കിൽ <1 ആണെങ്കിൽ, എക്സിസ്റ്റ് ചെയ്താൽ പോരാ, <1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് xn കൺവേർജ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പറയും. ഓക്കെ. സോ നമ്മൾ ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസ് xn = n/2n എന്നുള്ളത് കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. സോ എന്താ ചെയ്യേണ്ടത്, ഒരു സീക്വൻസ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ലിമിറ്റ് L =
L equal to limit xn plus 1 by xn എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് അത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം എന്ത് കൺസിഡർ ചെയ്യുക, xn plus 1 by xn. സോ ഹിയർ xn ഈസ് n by 2 power n. സോ എന്താ വരും, xn plus 1 എന്ന് പറഞ്ഞാൽ n plus 1 by 2 power n വരും, ഡിവൈഡഡ് ബൈ xn plus 1 എന്ന് പറഞ്ഞാൽ n plus 1 by 2 power n plus 1 ഡിവൈഡ് ബൈ n by 2 power n വരും. അപ്പോൾ എന്ത് വരും, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ n plus 1 by 2 raised to n plus 1 into 2 raised to n by n വരും. ഓക്കെ, സോ ഇതിൽ 2 power n 2 power n ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ഒരു ഡിനോമിനേറ്ററിൽ 2 ബാലൻസ് ഉള്ളൂ. ഓക്കെ, സോ അതെന്തായി 1 by 2 ആയി. പിന്നെ ഉള്ളത് n plus 1 by n ഉള്ളതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു n plus 1 by n. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 plus 1 by n ആയി. ഓക്കെ, ഇതാണ് നമ്മളുടെ xn plus 1 by xn എന്നുള്ളത്. ഇനി അതിൻ്റെ ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സോ L ഈക്വൽ ടു ലിമിറ്റ് xn plus 1 by xn എന്താണ് വരിക, ഇതിൻ്റെ ലിമിറ്റ് എന്താണ്, നമുക്ക് ആദ്യ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ, ആദ്യ പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്യാം. ഇതൊരു സീക്വൻസ് ആണ്, സീക്വൻസ് 1 by 2 കൺവേർജൻ്റ് ആണ്. ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണോ നോക്കാം. 1 plus 1 by n എന്താണ്, സമ്മിൻ്റെ രൂപത്തിലുള്ളത് അല്ലേ. ഇത് സീക്വൻസ് 1 കൺവേർജൻ്റ് ആണ്, സീക്വൻസ് 1 by n കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക, ലിമിറ്റ് 1 plus 1 by n ലിമിറ്റ് നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 1 by n എഴുതാം. ഓക്കെ, രണ്ടും കൺവേർജൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. ലിമിറ്റിൻ്റെ 1ൻ്റെ ലിമിറ്റ് 1 പ്ലസ് ഇതിൻ്റെ ലിമിറ്റ് 0, ദാറ്റ്സ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ ലിമിറ്റ് 1 കിട്ടി, ഇതിന് 1 by 2ൻ്റെ ലിമിറ്റ് 1 by 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, 1 by 2 ഇൻറ്റു 1, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by 2. സോ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, L ഈക്വൽ ടു 1 by 2 എന്ന് കിട്ടി. ക്ലിയർലി ദാറ്റ് ഈസ് ലെസ് ദാൻ 1 അല്ലേ, ലിമിറ്റ് ലെസ് ദാൻ 1 ആണ്. ദെൻ ബൈ അബൌ തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം, ഈസ് കറസ്പോണ്ടിങ് സീക്വൻസ് xn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ്, അതായത് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിമിറ്റ് n by 2 power n, അതിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, so that's the illustration.